ശരി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട മാനം എന്ന് പറയുന്നത് മലപ്പുറത്തെ ഭീകരവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറത്ത് പോലീസ് FIR-കൾ കൂടുന്നു, മലപ്പുറത്ത് ക്രൈം റേറ്റ് കൂടുതലാണ് എന്ന് വരുത്താൻ ശ്രമിക്കുന്നു. PV അൻവർ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: പാർലമെന്റിൽ നാളെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മലപ്പുറം എന്ന് വരും. മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷം താമസിക്കുന്ന മലപ്പുറം അങ്ങനെ ക്രൈം റേറ്റ് ഉള്ള ജില്ലയായി വരുത്താനുള്ള സകല പണിയും ഇവിടെ പിണറായി വിജയന്റെ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് നിങ്ങളുടെ കൂടെ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന MLA പറയുന്നത്. എനിക്കതിനോട് വിയോജിപ്പാണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 15 വർഷം മലപ്പുറം ജില്ലയിലെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൻ്റെ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട വർഷം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 2015-ആണ്. അതെ, 2015-ലാണ് 30,000-ത്തിലധികം കേസുകൾ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അന്ന് CPM ആണോ കേരളം ഭരിച്ചിരുന്നത്? അന്ന് പിണറായി വിജയനാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അല്ലല്ലോ. ചരിത്രത്തിൽ 30,000 കേസുകൾ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അന്ന് മുസ്ലിം ലീഗ് ഭരണപങ്കാളിത്തത്തിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. നമ്മൾ വസ്തുതകൾ മറച്ചു വെച്ച് വ്യാജ പ്രചാരണമാണ്. അതായത് മലപ്പുറത്ത് ക്രൈം റേറ്റ് പെരുപ്പിച്ച് കാണിക്കുന്നു, അല്ലെങ്കിൽ മലപ്പുറം ക്രിമിനലുകളുടെ സ്ഥലമാണെന്ന് വരുത്താൻ പോലീസിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് എന്ന വാദം തെറ്റാണ്. അങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഞാൻ പറയുന്നത്, എന്നിട്ടും അവർക്ക് 2015-ലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രജിസ്റ്റർ ചെയ്ത അത്രയും കേസുകളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ പോലും മലപ്പുറം ജില്ലയെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്?